നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം കൊലപാതകം പോലീസ് അന്വേഷണം ഊർജിതം. കൊലപാതകം ആളുമാറിയതാണെന്ന് സംശയം. യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന് MLA. KK ദിവാകരൻ ബലിദാന ദിനം എടമുട്ടത്ത് BJPയുടെ പ്രകടനവും പൊതുയോഗവും. പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആളുമാറിയാണെന്ന് സംശയം. കൊല്ലപ്പെട്ടയാളും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തകരല്ലെന്നും ഇവർക്ക് ആരുമായും ശത്രുതയില്ലെന്നതുമാണ് സംശയത്തിനിടയാക്കുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ CI KJ പീറ്ററിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായാണ് പോലീസ് ടീം അന്വേഷണം തുടരുന്നത്. ആളുമാറി കൊല നടത്തിയതാണെന്ന സംശയവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിന് 2 ദിവസം മുമ്പ് മേഖലയിൽ കൊട്ടേഷൻ സംഘമെന്ന് തോന്നിക്കുന്ന ചിലർ വാഹനത്തിൽ കറങ്ങുന്നതായുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊല നടന്ന സ്ഥലത്ത് യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് അക്രമി സംഘം രക്ഷപ്പെട്ടിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് പെരിഞ്ഞനത്തെ നിർമ്മാണം പൂർത്തിയാക്കാത്ത വീടിന് മുന്നിലിരിക്കുകയായിരുന്ന 4 അംഗ സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. വീടിന്റെ പിൻഭാഗത്തു നിന്നും വന്ന 8ഓളം വരുന്ന സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് വെട്ടേറ്റ പരിക്കുകളോടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കഴിയുന്ന സുബ്രഹ്മണ്യൻ പറഞ്ഞു. അക്രമി സംഘം എത്തിയ ഉടൻ ആദ്യം നവാസിനെയും പിന്നെ രമേഷിനെയും തുടർന്ന് തന്നെയും വെട്ടുകയായിരുന്നു. തടുക്കാൻ ശ്രമിച്ചിട്ടും വിജയിച്ചില്ല. ആരാണ്, എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടും മറുപടിയൊന്നും പറയാതെ സംഘം വീടിന്റെ പിൻഭാഗത്തുകൂടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും സുബ്രഹ്മണ്യൻ പോലീസിന് മൊഴി നൽകി. തീരദേശത്ത് വൻ പോലീസ് സന്നാഹം കാവലുണ്ടായിട്ടും കൊലപാതകം നടന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു. 1 മാസത്തോളമായി തുടരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരദേശ മേഖലയിൽ പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തിയത്. ജീപ്പുകൾക്ക് പുറമെ ഓട്ടോറിക്ഷയിലും ബൈക്കിലും മുഴുവൻ സമയത്തും പോലീസ് നിരീക്ഷണത്തിലായ പ്രദേശത്താണ് ഞായറാഴ്ച രാത്രി കൊലപാതകം നടന്നത്. എന്നാൽ കനത്ത പോലീസ് കാവലിനെ മറികടന്നും എങ്ങനെയാണ് അക്രമികൾ ആയുധങ്ങളുമായി സ്ഥലത്തെത്തിയതെന്ന് വിശദീകരിക്കാൻ പോലീസിനാകുന്നില്ല. സമാധാന യോഗങ്ങൾ പലതവണ നടത്തിയിട്ടും ADGP, ആഭ്യന്തര വകുപ്പ് മന്ത്രി, IG എന്നിവർ സ്ഥലത്തെത്തി സമാധാനം ഉറപ്പു നൽകിയിട്ടും അക്രമങ്ങൾ തുടരുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. തീരദേശത്ത് രാഷ്ട്രീയ കൊലപാതകം നടക്കുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന് ശേഷം നടന്ന ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും യഥാർത്ഥ പ്രതികളെ ഉടൻ പുറത്തു കൊണ്ടുവരണമെന്നും VS സുനിൽകുമാർ MLA ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട നവാസിന് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ലെന്നും പരിക്കേറ്റവർ നിരപരാധികളാണെന്നുമാണ് മനസ്സിലാകുന്നത്. അക്രമികളുടെ ലക്ഷ്യം ആരായിരുന്നു എന്നതും ആക്രമണത്തിന് പിന്നിലെ കാരണവും ഉടൻ പുറത്തു കൊണ്ടുവരണമെന്നും MLA ആവശ്യപ്പെട്ടു. മതിലകം പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. തീരദേശ മേഖലയിൽ കുറ്റകൃത്യങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം ശക്തമായിരിക്കുന്നത്. സ്റ്റേഷൻ അനുവദിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കാനായി സ്റ്റേഷൻ പരിധിയുടെ വിവരശേഖരണം ആരംഭിച്ചതായി ഇരിങ്ങാലക്കുട DYSP PA വർഗീസ് പറഞ്ഞു. നേരത്തെ പ്രദേശവാസികളുടെ ആവശ്യം ശക്തമായതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയിരുന്നുവെങ്കിലും പിന്നീട് വിസ്മൃതിയിലാവുകയായിരുന്നു. TN പ്രതാപൻ കൈപ്പമംഗലത്തെ MLA ആയിരിക്കെ ഇതിനായി സ്ഥലം കണ്ടെത്താൻ ശ്രമം നടത്തിയിരുന്നു. തീരദേശത്ത് ഏറ്റവും വിസ്തൃതമായ മേഖലയാണ് മതിലകം സ്റ്റേഷന്റേത്. SN പുരം ഗ്രാമപഞ്ചായത്തിന്റെ തെക്ക് പടിഞ്ഞാറേ അറ്റമായ പടിഞ്ഞാറെ വെമ്പല്ലൂർ തുടങ്ങി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വടക്കേ അറ്റമായ പൈനൂർ പല്ല വരെ നീണ്ടുകിടക്കുന്ന സ്ഥലമാണിത്. ജനസാന്ദ്രത കൂടിയ ഈ പ്രദേശത്തിന്റെ നീളം 18 കിലോമീറ്ററോളം വരും. ഏറ്റവും ഭൂവിസ്തൃതിയുള്ള എടത്തിരുത്തിയും ഏറ്റവും ജനസംഖ്യയുള്ള കയ്പമംഗലവും SN പുരവും അടക്കം 5 ഗ്രാമപഞ്ചായത്തുകളാണ് മതിലകം പോലീസ് സ്റ്റേഷന് കീഴിൽ വരുന്നത്. മതിലകവും പെരിഞ്ഞനവുമാണ് മറ്റു പഞ്ചായത്തുകൾ. സമീപ തീരദേശ സ്റ്റേഷനുകളായ വലപ്പാട്, വാടാനപ്പള്ളി എന്നീ സ്റ്റേഷനുകൾ രണ്ടും ചേർന്ന് 5 ഗ്രാമപഞ്ചായത്തുകൾ നിയന്ത്രിക്കുമ്പോഴാണ് മതിലകത്തിന് ഈ ദുർവിധി. ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളും തളിക്കുളത്തിന്റെ പകുതിയുമാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നത്. തളിക്കുളത്തിന്റെ ബാക്കി ഭാഗവും നാട്ടികയും വലപ്പാടും മാത്രമാണ് വലപ്പാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളത്. സമീപ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് 10% കൂടുതലുള്ള സ്റ്റേഷൻ കൂടിയാണ് മതിലകം. മാത്രമല്ല, അടുത്തടുത്തായി നിരവധി ആരാധനാലയങ്ങളും അവയോടനുബന്ധിച്ചു വരുന്ന ഉത്സവാഘോഷങ്ങളും ഇവിടെയൊക്കെ പോലീസ് സാന്നിധ്യം അനിവാര്യമാവുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്.
മന്ത്രിമാരടക്കമുള്ളവരുടെ സന്ദർശനം, നിത്യേന എന്നോണമുള്ള നിരവധി റോഡപകടങ്ങൾ, അസ്വാഭാവിക മരണങ്ങൾ, രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങിയവയ്ക്കും പോലീസ് സാന്നിധ്യം ഒഴിവാക്കാൻ പറ്റുന്നതല്ല. മതിലകം സ്റ്റേഷനിൽ 42ഓളം പോലീസുകാരാണ് നിലവിലുള്ളതെങ്കിലും 35 പേരാണ് സ്ഥിരമുള്ളത്. കോടതി ആവശ്യങ്ങൾ, അന്വേഷണങ്ങൾ, ട്രാഫിക് തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള 25ഓളം പോലീസുകാരിൽ ഒരു സമയത്ത് പകുതി പേരാണ് ഡ്യൂട്ടിയിലുണ്ടാവുക. എണ്ണത്തിൽ കുറവുള്ള ഈ പോലീസുകാരെ വെച്ചാണ് വിശാലമായ പ്രദേശത്ത് നൈറ്റ് പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എമർജൻസി ഡ്യൂട്ടിക്ക് 5ഓ 6ഓ പേരാണ് ലഭ്യമായിട്ടുള്ളത്. നിലവിൽ 2 ജീപ്പ് മാത്രമാണ് മതിലകം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളത്. 4ഓളം ബൈക്കുകൾ ബുധനാഴ്ചയോടെ എത്തുമെന്നാണ് അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നിവേദനം നൽകിയിരുന്നു. പ്രദേശത്തെ പോലീസ് അധികൃതർ ഇക്കാര്യം പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ അറിയിച്ചപ്പോൾ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെയും നേരത്തെ ഈ ആവശ്യമുന്നയിച്ച് രംഗത്തുണ്ടായിരുന്നു. പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ നിർവഹിച്ചു. ആ ഹാളിൽ തിങ്ങി ഞെരുങ്ങിയിരിക്കുകയും പുറത്ത് വന്ന് വരാന്തയിൽ കൂടി ഇരുന്നിട്ടാണ് യോഗം എല്ലാവർക്കും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് 4-ാം തീയതിക്ക് എന്തായാലും ഒരു ഉദ്ഘാടനം നടത്തിക്കൂടെ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല, അതുകൊണ്ടാണ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അങ്ങനെ ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ട് പിന്നെ തിങ്ങിയിരുന്ന് നമ്മൾ യോഗങ്ങളൊന്നും സംഘടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാമെന്നുള്ള രീതിയിൽ തീരുമാനിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെട്ടെന്ന് ഇന്നലെയാണ് ഞാനിവിടേക്ക് വിളിച്ചു പറഞ്ഞത് നമുക്ക് നാളെ അത് ഉദ്ഘാടനം നടത്താം, ഇനി അത് നീട്ടിക്കൊണ്ട് പോയാൽ ഉദ്ഘാടനം നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പെട്ടെന്നാണ് നമ്മളിത് അറേഞ്ച് ചെയ്തത് എന്നുള്ളത് കൊണ്ട് കുറേ ആളുകളൊക്കെ തന്നെ നമുക്കിവിടെ എത്തിച്ചേരാതെ പോയിട്ടുണ്ട്. ഒരു പക്ഷേ പെട്ടെന്ന് അറിയിപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അത് നമ്മൾ മനഃപൂർവ്വമല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഉദ്ഘാടനം സംഘടിപ്പിക്കേണ്ടി വന്നത്. നമുക്കിനിയും നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു സംഗതി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ പെട്ടെന്ന് ഈ ഉദ്ഘാടനം നടത്തിയത്. നമ്മൾ മൊത്തം ഇവിടെ കഴിഞ്ഞ 13-14 വർഷത്തിൽ 10 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് വർക്കാണ് ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് സാനു M പരമേശ്വരൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MG ചന്ദ്രൻ, ശാന്താരാമൻ, AR രവീന്ദ്രൻ, ഹെൽത്ത് സൂപ്പർവൈസർ Y അബ്ദുൽ ജമാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനുകുമാർ, ഡോക്ടർ പ്രവീൺ കുമാർ എന്നിവർ പ്രസംഗിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് കോൺഫറൻസ് ഹാൾ നിർമ്മിക്കുന്നത്. കൂരിക്കുഴി AMUP സ്കൂളിന്റെ 76ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സ്കൂളിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപകരായ KA സഫിയ, VD ബീന എന്നിവർക്കുള്ള യാത്രയപ്പും ചൊവ്വാഴ്ച സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ പരീക്ഷാ ജോയിന്റ് കൺവീനർ MD മുരളി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 76ാമത് വാർഷികമാണ് നമ്മൾ ഇവിടെ കൊണ്ടാടുന്നത്. അപ്പോൾ കഴിഞ്ഞ 75 വർഷക്കാലം ഈ സ്ഥാപനം ഈ പ്രദേശത്ത് ഒരു സാംസ്കാരിക നിലയമായിട്ട് ശക്തമായി നിലകൊണ്ടൊരു സ്ഥാപനമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ അധ്യക്ഷൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം വളരെ പ്രശ്ന സങ്കീർണമുള്ള ഒന്നായിട്ട് മാറിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ പോലും 75 വർഷക്കാലമായിട്ട് ഈ സ്ഥാപനം ഇന്നും കെട്ടുപോകാതെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും അത് ഈ പ്രദേശത്തെ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന തദ്ദേശവാസികളുടെ അദമ്യമായിട്ടുള്ള ഒരു കെട്ടുറപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മാനേജ്മെന്റിന്റെ ഇടപെടൽ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന തന്റെ
സ്വാഗത സംഘം ചെയർമാൻ കെ ഹംസ അധ്യക്ഷനായിരുന്നു. കവി ബക്കർ മേത്തല മുഖ്യപ്രഭാഷണം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഉല്ലാസ്, PTA പ്രസിഡന്റ് KP യതീഷ് ബാബു, പ്രധാനാധ്യാപിക TK സരോജിനി, സ്കൂൾ മാനേജർ പ്രവീൺ വാഴൂർ, KK ശേഖരൻ, NS ധർമ്മൻ, മതിലകം ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ CA രഞ്ജിത്ത്, TK അലി, അഡ്വക്കേറ്റ് PK പുരുഷോത്തമൻ, PM ഹംസ, ഫെമിന സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. KK ദിവാകരൻ ബലിദാന ദിനാചരണത്തോടനുബന്ധിച്ച് BJPയുടെ ആഭിമുഖ്യത്തിൽ കഴിമ്പ്രത്ത് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, NK ബീതിഹരൻ, ഷൈൻ നെടിയിരിപ്പിൽ, ശ്യാമള പ്രേംദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കഴിമ്പ്രത്ത് നടന്ന പൊതുയോഗം BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം അഴിമതി ഭരണം, വിലക്കയറ്റം അഴിമതി ഭരണം, വിലക്കയറ്റം അഴിമതി ഭരണം, വിലക്കയറ്റം അഴിമതി ഭരണം. നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയുടെ കീഴിലുള്ള വലപ്പാട്, എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, SN പുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളക്കരം കുടിശ്ശിക ഈ മാസം 10-നകം അടയ്ക്കണമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഡിസ്കണക്ഷൻ, റവന്യൂ റിക്കവറി എന്നീ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.